റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പുരോഗമനപരമായ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന ഒന്നാണ് ഇ ശ്രീധരന്റെ കയ്യിലുള്ള റിപ്പോർട്ടെങ്കിൽ സർക്കാർ പിന്തുണയ്ക്കുമെന്ന് പൊന്നാനി എംഎൽഎ നൌഷാദ് അലി. ഇ ശ്രീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികളും പറഞ്ഞിട്ടുണ്ട്. ഇ ശ്രീധരന് സർക്കാരുമായി ആശയവിനിമയം നടത്താൻ ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നേതൃത്വവുമായി ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ടെന്നും നൌഷാദ് അലി പറഞ്ഞു. ഈ ശ്രീധരനെ പോലെ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് അത്തരമൊക്കെ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത്തരം ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ അതിനൊരു തടസ്സമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണെങ്കിൽ അത് അത്തരമൊരു വികസന സ്വപ്നങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പല ആശയങ്ങളും സ്വപ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പങ്കുവച്ചിട്ടുണ്ട്. ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർക്കാരുമായി വിനിമയം നടത്താനോ അദ്ദേഹത്തിന് സർക്കാരിൻ്റെ തലപ്പത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകാനോ ഒന്നും ആരുടെയും ഇടനിലയൊന്നും ആവശ്യമില്ല. സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, ഇ ശ്രീധരന്റെ സഹായം UDF സർക്കാർ തേടുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഇ ശ്രീധരനും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് MLA പറയുന്നത്? പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഇ ശ്രീധരനുമായി പൊന്നാനി MLA ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിൽ പ്രധാനമായി ഇ ശ്രീധരന്റെ സ്വപ്ന പദ്ധതി കൂടിയായിട്ടുള്ള അതിവേഗ റെയിൽ അത് ചർച്ചയായിട്ടുണ്ടെന്ന് നൌഷാദ് അലിയും വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അവസരമൊരുങ്ങുന്നത്. അന്ന് തന്നെ പറഞ്ഞിരുന്നു, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പുരോഗമനമായ പദ്ധതിയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ സർക്കാർ തയ്യാറാകുമെന്നുള്ളത് നൌഷാദ് അലി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ സർക്കാരുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി സന്നദ്ധമായിരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ഇനി അറിയേണ്ടത്, ഈ ശ്രീധരൻ പ്രാഥമികമായ റിപ്പോർട്ടുകൾ ശേഖരിച്ച് മുന്നോട്ട് വെക്കുന്ന അതിവേഗ റെയിൽപാതയാണോ മറ്റേതെങ്കിലും ബദൽ പദ്ധതിയാണോ സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും അതിന് മുഖ്യ ഉപദേഷ്ടാവായി ഈ ശ്രീധരൻ ഉൾപ്പെടെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ പദ്ധതി, അതായത് അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കൈമാറും. എന്തായാലും ആ കാര്യത്തിൽ, അതായത് പൂർണ്ണ തോതിൽ കേരളത്തിലെ സാഹചര്യം ഉൾപ്പെടെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്, ആ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മഴയ്ക്ക് മുന്നേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ആരംഭിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ ഈ ശ്രീധരൻ വ്യക്തമാക്കിയതായിരുന്നു. അതിന് മുന്നോടിയായിട്ട് അതുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും പഠനങ്ങളും പ്രാഥമിക പഠനങ്ങളും അദ്ദേഹം ഒരു ടീമിനെ വെച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നാകെ വയ്ക്കും, കൈമാറുമെന്നുള്ള വിവരം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.